തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം നൽകിയതിനെതിരെ SIT ഹൈക്കോടതിയിലേക്ക്. തന്ത്രിക്കെതിരെ CPM. കോടതി പറഞ്ഞു 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മന്ത്രിയെ രക്ഷിക്കാനെന്ന് ചെന്നിത്തല. മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടറെ സംരക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട്. പ്രോട്ടോകോളും ജീവനക്കാരുടെ കുറവുമാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന് കണ്ടെത്തൽ. നെടുമങ്ങാട്ടെ നവജാത ശിശുവിന്റെ മരണത്തിൽ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ സമിതി. മഞ്ചേരി മെഡിക്കൽ കോളേജിനെതിരെയും ചികിത്സാ പിഴവ് ആരോപണം. കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ അപൂർവമായിട്ടുണ്ടാകുന്നുണ്ട്. അപൂർവമായിട്ടുണ്ടാകുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലോടുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. മന്ത്രിയും അത് തന്നെയാണ് പറഞ്ഞത്. ആരോഗ്യമന്ത്രിയെ പിന്തുണച്ച് CPM. വയറ്റിൽ കത്രിക കുടുങ്ങിയത് ഒറ്റപ്പെട്ട സംഭവമെന്ന് MV ഗോവിന്ദൻ. ആരോഗ്യമന്ത്രിയെ പ്രതിപക്ഷം വേട്ടയാടുകയാണെന്ന് സജി ചെറിയാൻ. സിസ്റ്റം പരാജയമെങ്കിൽ മന്ത്രിയും മന്ത്രിസഭയും മാറണമെന്ന് രമേശ് ചെന്നിത്തല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം വേഗത്തിൽ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ കേരളത്തിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായും ചീഫ് സെക്രട്ടറിയുമായും ഇന്ന് കൂടിക്കാഴ്ച. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും അറിയത്ത് പോലും അങ്ങനത്തെ ഒരു സാധനം ഉള്ളത് പോലും എന്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കവര്. കാസർഗോഡ് ആത്മഹത്യ ചെയ്ത ജസീല നേരിട്ടത് ക്രൂരമായ മാനസിക പീഡനമെന്ന് കുടുംബം. സ്വർണ്ണമോഷണാരോപണമുയർത്തി അയൽവാസികളും പോലീസും നിരന്തരം അപമാനിച്ചെന്ന ആരോപണം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. केरला की एक नन्ही मासूम आलिन शेरिन अब्राहम को खो दिया है. महज 10 महीनों में वो इस दुनिया से चली गई. कल्पना कीजिए, उसके सामने पूरी जिंदगी थी जो अचानक खत्म हो गई. ആലിൻ ഷെറിന് രാജ്യത്തിന്റെ ആദരം. പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി. അവയവദാനത്തിന് പുതിയ സന്ദേശമായി മാറിയെന്ന് മോദി.